അങ്ങനെ അവസാനം ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്, അതും ഫ്രീ ആയിട്ട്. ഇന്നേ വരെ ആപ്പിളിൻ്റെ ഈ പറയുന്ന ക്യാമറ ആപ്പിൽ നമുക്കൊരു മാനുവൽ കൺട്രോൾ ഒന്നും നമുക്ക് ലഭിച്ചില്ല. ഇത്രയും നാൾ നമ്മൾ ആഗ്രഹിച്ചതും ആ ഒരു മാനുവൽ കൺട്രോളിന് തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു മാനുവൽ കൺട്രോൾസ് ഒന്നുമില്ലാതെ തന്നെയാണ് ഈ പറഞ്ഞ ഐഫോണിൽ വീഡിയോ എടുത്തിട്ട് ഇത്ര ക്വാളിറ്റി ഡെലിവർ ചെയ്തത്. അപ്പോൾ മാനുവൽ കൺട്രോളും കൂടെ നമുക്ക് ലഭിച്ചാലോ? ആ ഒരു ഓപ്ഷൻ ആപ്പിൾ ഫൈനലി നമുക്ക് തന്നിരിക്കുകയാണ്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫൈനൽ കട്ട് ക്യാമറ. അതും തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ എന്തായാലും കാണുക, ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ദിസ് ഈസ് എവിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക്ക. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഓഡിയോഗ്രാം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തൊട്ട് സൈഡിൽ ഇവിടെയായിട്ട് നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് 4 ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഫ്രെയിം റേറ്റ്, നമുക്ക് അവിടെ ടാപ്പ് ചെയ്യാം. ആ ഒരു ഫ്രെയിം റേറ്റ് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഏകദേശം 4 ഫ്രെയിം റേറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. 11 സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു 3 ഓപ്ഷൻസും 720 പിക്സൽ, 180 പിക്സൽ, 4K നമുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് തൊട്ട് താഴത്ത് നമുക്ക് ഇവിടെ SDR എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്ത് നമുക്ക് HDR കൂടെ വരും. പക്ഷെ ഐഫോൺ 11 നമുക്ക് ആ ഒരു ഓപ്ഷൻ ലഭിക്കാത്തതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണിക്കാത്തത്. ഇനി തൊട്ട് താഴത്ത് HEVC എന്ന് കാണാം, അതായത് ഹൈ എഫിഷ്യൻസി വീഡിയോ കോഡാക്ക്. നമുക്ക് ഇതിന് തൊട്ട് താഴത്തായിട്ട് പ്രോ സീരീസ് ആണെങ്കിൽ ലോഗിൽ ഷൂട്ട് ചെയ്യാനും കളർ ഗ്രേഡിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമുക്ക് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇനി അതിൻ്റെ താഴത്തായിട്ട് ഇവിടെയായിട്ട് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ടൈം ഈ പറഞ്ഞ 4K ആണെങ്കിലും 30 ഫ്രെയിം സെക്കൻഡ്സ് ആണെങ്കിലും ആ ഒരു സമയം അനുസരിച്ച് നമ്മുടെ ഈ പറഞ്ഞ റിമൈനിങ് ടൈമും കാണിക്കുന്നതാണ്. ഇവിടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പുതിയ സിമ്പിള് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഈ പറഞ്ഞ ഫൈനൽ കട്ട് ക്യാമറ ഐപാഡിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്ബുക്കിൽ അത് അവൈലബിൾ അല്ല. പക്ഷേ ഈ പറഞ്ഞ ഐപാഡ് യൂസ് ചെയ്തുകൊണ്ട് മൾട്ടി ക്യാം യൂസ് ചെയ്ത് നമുക്ക് പല ഫോണുകൾ നമ്മുടെ സെയിം ഡിവൈസ് സെയിം നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഐഫോൺസ് യൂസ് ചെയ്തുകൊണ്ട് ക്യാമറ കണക്ട് ചെയ്ത് ലൈവായിട്ട് നമ്മുടെ ഈ പറഞ്ഞ സീക്വൻസ് അല്ലെങ്കിൽ ഫൂട്ടേജ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഈ പറഞ്ഞ ലൈവ് ക്യാമറ എന്ന് പറയുന്നത്. അതേപോലെ ഇനി ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓറിയൻറ്റേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അൺലോക്ഡ്, അതേപോലെ ലെഫ്റ്റ്, റൈറ്റ്, പോർട്രേറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ ഓരോ ഫോർമാറ്റും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഓറിയൻറ്റേഷൻ ലോക്ക് ആപ്പിൽ ഇവിടെ തരുന്നത്. ആൻഡ് തൊട്ട് താഴത്ത് ഇവിടെയായിട്ടാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ മാനുവൽ കൺട്രോൾ നമുക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ എക്സ്പോഷർ നമുക്ക് വരുന്നത്, ഷട്ടർ സ്പീഡ് നമുക്ക് വരുന്നത്. ജസ്റ്റ് മാനുവൽ ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ വെളുത്ത് വിളറിയിരിക്കുകയാണ്, വെളുത്തിട്ട് പാറിയിരിക്കുകയാണ്. ഇനി തൊട്ട് താഴത്തേക്ക് പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ ഈ പറഞ്ഞ ഷട്ടർ സ്പീഡും ബാക്കി കാര്യങ്ങളും എക്സ്പോഷറും കൺട്രോൾ ചെയ്തുകൊണ്ട് ആ ഒരു ലൈറ്റിങ്ങും ബാക്കി കാര്യങ്ങളും ഈസി ആയിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ലൈറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ അത്ര നല്ല ക്വാളിറ്റിയിൽ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ തൊട്ട് താഴത്ത് നമുക്ക് ലൈറ്റിങ്ങിൻ്റെയും, അതായത് നമ്മുടെ ഈ പറഞ്ഞ ഡേ ലൈറ്റും ബാക്കിയുള്ള ലൈറ്റ്സും നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് വൈറ്റ് ബാലൻസ് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കെൽവിൻ കൂട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ വാംത്ത്, അതായത് യെല്ലോ കളർ കൂടും. അതിനുശേഷം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബ്ലൂ ലൈറ്റ്, അതായത് കൂൾ ലൈറ്റ് നമുക്ക് കയറി വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൈറ്റ്സ് പ്രീസെറ്റ് ആയിട്ട് വേണമെന്നാണെങ്കിൽ ഒന്നും കൂടെ അവിടെ ടാപ്പ് ചെയ്യാം. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫിക്സ്ഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഫിക്സ്ഡ്, ഡേ ലൈറ്റ്, ഷാഡോ, ക്ലൗഡ്സ്, ടങ്സ്റ്റൺ, ഫ്ലൂറസെന്റ്, അതേപോലെ ഫ്ലാഷ് എന്നിങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് പ്രീസെറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പ്രീസെറ്റ് നമുക്ക് എളുപ്പത്തിന് സെലക്ട് ചെയ്യാനും പറ്റുന്നതാണ്. തൊട്ട് താഴത്ത് ഇവിടെയായിട്ട് നമുക്കൊരു സൂം ബട്ടൺ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും നമുക്ക് കുറച്ച് സൂം ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ടും നമുക്ക് എളുപ്പത്തിന് പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റൽ സൂം നമുക്ക് പോസിബിൾ അല്ല. എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ നമ്മുടെ നോർമൽ ക്യാമറയില്ലേ, ആപ്പിളിൻ്റെ ആ ഒരു ഒത്തൻറ്റിക് ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ 1x 2x 5x അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് കിട്ടും ഡിജിറ്റൽ ആ ഒരു സൂം ചെയ്യാനായിട്ട്. നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണെങ്കിലും നമുക്ക് വീഡിയോ സൂം ചെയ്യാൻ ആ ഒരു ക്യാമറയിൽ പറ്റും. പക്ഷേ ഈ പറഞ്ഞ ഫൈനൽ കട്ട് ക്യാമറയിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല. അതേപോലെ ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അഡ്വാൻസ് ക്യാമറ സെറ്റിങ്സിലേക്ക് പോകാം. അതിന് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ആ ഒരു സെറ്റിങ്സ് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു അഡ്വാൻസ് സെറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പൊക്കത്തേക്ക് സ്വൈപ്പ് ചെയ്യാം. ഇവിടെ കോഡാക്ക്, നമ്മൾ നേരത്തെ എടുത്ത കോഡാക്ക് നമുക്ക് കാണാൻ പറ്റും. ഫോമാറ്റ്സ്, അതുപോലെ കളർ ആൻഡ് ഡൈനാമിക് റേഞ്ച് നമുക്ക് കാണാൻ പറ്റും. സ്റ്റെബിലൈസേഷൻ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. അതേപോലെ ഫ്രണ്ട് മിറർ ക്യാമറ, നമ്മുടെ ഈ പറഞ്ഞ ചില സമയത്ത് സെൽഫി വീഡിയോ എടുക്കുമ്പോൾ ഫ്ലിപ്പ് ചെയ്ത് വരാറുണ്ട്. ആ ഒരു ഓപ്ഷൻ മാറി നമ്മൾ എങ്ങനെ കാണുന്നോ അതേപോലെ നമുക്ക് വീഡിയോ വേണമെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഇനി ടൂൾസിലേക്ക് പോവാം. ടൂൾസിലേക്ക് പോകുമ്പോൾ ഇവിടെ ഗ്രിഡ് ഓവർലേ എന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന റൂൾ ഓഫ് തേർഡ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഗ്രിഡ് ഓവർലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ആസ്പെക്ട് റേഷ്യോ ഗൈഡ് ഉണ്ട്. ഇവിടെ ഓഫ്, സ്ക്വയർ, 4:3 എന്നുള്ള 3 റേഷ്യോയും നമുക്ക് ലഭിക്കുന്നുണ്ട്, 2 റേഷ്യോ. അതിനുശേഷം ഇവിടെ എക്സ്പോഷർ ആൻഡ് ഫോക്കസിൽ ഓവർ എക്സ്പോസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതായത് നമ്മൾ ഓവറായിട്ട് ഈ പറഞ്ഞ എക്സ്പോഷർ കൂട്ടുകയാണെങ്കിൽ ആ ഓരോ കൂടുന്ന സ്ഥലത്ത്, അതായത് വൈറ്റ് കളർ കൂടുന്ന സ്ഥലത്ത് റെഡ് കളറിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഫോക്കസ് പീക്കിംഗ് എന്ന ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഫോക്കസ് പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൽ ഗ്രീൻ കളർ വരാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഓഡിയോ വരുവാണെങ്കിൽ നമുക്ക് ഇനി ഏതെങ്കിലും ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസ് ഓഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഡിവൈസ് എടുക്കാനും അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അഡ്വാൻസ് സെറ്റിങ്സ് ആയിട്ടും നമുക്ക് വരുന്നത്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ഇത്ര നാൾ ഷൂട്ട് ചെയ്ത കുറച്ചധികം ഇവൻറ്റ്സുകളില്ലേ, ഈ ഇവൻറ്റുകളെല്ലാം ഷൂട്ട് ചെയ്ത് ഈ പറഞ്ഞ ഫൈനൽ കട്ട് ക്യാമറയിലാണ്. അല്ലാതെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷനിലല്ല ആപ്പിൾ അവരുടെ ഇവൻറ്റ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ കോഡാക്കും ഈ പറയുന്ന എല്ലാ ഓപ്ഷൻസും ആപ്പിളിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു എന്താ പറയുക ഇവൻറ്റിൻ്റെ ഫുൾ ക്വാളിറ്റി നമ്മുടെ ഫോണിലും ഇനി മുതൽ നമുക്ക് ലഭിക്കാൻ പോവാണ്. ആദ്യം ഞാൻ കാണിച്ച ആ ഒരു ഷോട്ട് അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് എൻ്റെ iPhone 11 ഈ പറഞ്ഞ ഫൈനൽ കട്ട് ക്യാമറയിൽ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ബിഗിനേഴ്സ് ഗൈഡ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കുറേയധികം ഇൻഡെപ്ത് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് ഇതേപോലെ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും ടെലിഗ്രാമിൽ കൂടിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ എന്തായാലും അവിടെ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ ന്യൂസ് വായിക്കണമെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണമെങ്കിലും ഇപ്പോൾ ദുബായിലും കാനഡയിലൊക്കെയുള്ള കൂട്ടുകാർക്ക് മലയാളത്തിൽ ന്യൂസ് വായിക്കാൻ നമ്മുടെ വെബ്സൈറ്റിൽ ഈ പണം മലയാളം ന്യൂസ് അവൈലബിൾ ആണ്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ www.evica.com ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ദിസ് ഇസ് David Xavier, sign from Evica.